ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഈ നിലയിൽ ദൈവവചന പഠനത്തിനായിട്ട് ഒന്നിച്ചായിരിക്കാൻ തൊക്കണം. ഈ മാധ്യമത്തിലൂടെയാണെങ്കിലും ഒന്നിച്ചായിരിക്കാൻ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ നിലയിൽ ഒന്നിച്ചു കൂടുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയുണ്ടായിരുന്നു. 1-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ, ഉയർത്തെണീറ്റ യേശുക്രിസ്തു താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ നമുക്ക് കാണിച്ചു തരികയുണ്ടായി. ഉയർത്തെണീറ്റ യേശുക്രിസ്തു 40 ദിവസത്തോളം തൻ്റെ ശിഷ്യന്മാരോട് കൂടെ ജീവിച്ച് അവരെ ഉപദേശിച്ച് പല ആൾക്കാർക്ക് പ്രത്യക്ഷപ്പെട്ട് 500-ലധികം ആൾക്കാർക്ക് താൻ പ്രത്യക്ഷപ്പെട്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവർക്ക് തെളിയിച്ച് കൊടുത്തു. താൻ പിതാവിന്റെ അടുത്തേക്ക് പോവുകയാണെന്നും ഞാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ യെരുശലേമിൽ കാത്തിരിക്കണമെന്ന് കർത്താവ് അവരോട് പറയുകയുണ്ടായി. അതിന് ശേഷം കർത്താവ് ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോപണം ചെയ്യുകയും അപ്പൊ സ്വർഗത്തിലേക്ക് പോയ കർത്താവായ യേശുക്രിസ്തുവിനെ പോയവനെ പോലെ തന്നെ മടങ്ങി വരുമെന്നുള്ള ആ ഉറപ്പും പ്രത്യാശയും നമ്മൾ കാണുകയുണ്ടായി. പിന്നീട് നമ്മൾ ചിന്തിച്ച വിഷയം യൂദയുടെ അന്ത്യത്തെക്കുറിച്ച് പഴയ നിയമ പ്രവചനങ്ങളെ ആധാരമാക്കി പത്രോസ് അപ്പോസ്തലൻ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. യൂദയ്ക്ക് എന്ത് സംഭവിക്കുമെന്നും അത് പഴയ നിയമത്തിൽ എന്ത് പറഞ്ഞിരുന്നുവെന്നും അപ്പോസ്തലൻ എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. മാത്രമല്ല, യൂദ ഒഴിഞ്ഞുപോയ ആ സ്ഥാനത്തേക്ക് യൂദയുടെ സ്ഥാനം നികത്തുവാനായിട്ട് മത്യാസിനെ തിരഞ്ഞെടുക്കുന്നതുമായ കാര്യങ്ങളാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ചിന്തിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രാരംഭമായിട്ട് നമുക്ക് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് സഹോദരന്മാർക്ക് ആർക്കെങ്കിലും ഒന്ന് വായിക്കാവുന്നതാണ്. ദിവസനാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. എന്നാൽ കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ജ്വാല പോലെ കുളിർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അതെ, ഈ 2-ാം അധ്യായത്തെ നമുക്ക് 3 നമുക്ക് വിഭജിക്കാനായിട്ട്, ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനം, ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീരുന്നത്. രണ്ടാമത് 14 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പത്രോസിന്റെ പ്രസംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാമതായിട്ട് 37 തൊട്ട് 47 വരെ വരുമ്പോൾ ആദിമ സഭയുടെ പ്രവർത്തനങ്ങൾ, വിശ്വാസികൾ 3000 പേർ രക്ഷിക്കപ്പെട്ടു വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, ആദിമ സഭയുടെ പ്രവർത്തനങ്ങളും വിശ്വാസികളുടെ പ്രവർത്തനങ്ങളും നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു നൽകിയ വാഗ്ദത്തത്തിന്റെ, അതായത് സ്വർഗാരോപണത്തിന് മുമ്പായിട്ട് കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകിയ വാഗ്ദത്തത്തിന്റെ നിവർത്തനമാണ് ഈ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ ഗ്രീക്കിൽ അർത്ഥം 50-ാമത്തെ എന്നാണ്. അപ്പോൾ നമ്മൾ വായിക്കുന്നത് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്നാണ്. ആദ്യഫല പെരുന്നാൾ കഴിഞ്ഞ് വരുന്ന 50-ാമത്തെ ദിവസമായ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കർത്താവ് അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുകയും സഭയുടെ സ്ഥാപനം തുടങ്ങുന്നതുമായാണ് നാം കാണുന്നത്. അതായത് ആദിമ സഭയുടെ തുടക്കം
പരിശുദ്ധാത്മാവിന്റെ ആഗമനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന 120 പേരടങ്ങുന്ന ആ സംഘത്തെയാണല്ലോ നമ്മൾ കണ്ടത്. അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ആ കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ആ സംഘം തന്നെയാണ്, ആ 120 പേര് കൂടുന്ന സംഘം തന്നെയാണ് ഇവിടെയും ഒന്നിച്ചു കൂടിയത്. അവർ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ, അപ്പോൾ നമ്മൾ വായിച്ചത് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവർ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്നാണ് നമ്മൾ വായിച്ചത്. അതായത് പരിശുദ്ധാത്മാവ് അദൃശ്യനായിരുന്നുവെങ്കിലും 2 നിലയില് തന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുത്തി. അതായത് ചെവിയിൽ കൂടിയും കാഴ്ചയിൽ കൂടിയും, കേൾവിയാലും കാഴ്ചയാലും, കണ്ണുകൊണ്ട് കാണുവാനും ചെവി കൊണ്ട് കേൾക്കുവാനും അവർക്കൊരു അവസരം നൽകി. അപ്പൊ പരിശുദ്ധാത്മാവ് അദൃശ്യനായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി. അപ്പൊ ചെവിയിൽ കൂടി അവര് എങ്ങനെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്? കൊടിയ കാറ്റടിക്കുന്നത് പോലെയുള്ള മുഴക്കം. കണ്ണുകൾ കൊണ്ട് അവരെന്താണ് കണ്ടത്? അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം, അത് കൊടിയ കാറ്റായിരുന്നില്ല, കാറ്റടിക്കുന്നത് പോലെ. അത് അഗ്നി ആയിരുന്നില്ല, അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. അപ്പം അഗ്നിയുടെ ദഹനമല്ല, അഗ്നിയുടെ പ്രകാശനമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം നൽകിയപ്പോൾ നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ വലിയ കൊടിയ ഇടിയും അഗ്നിയും ഉണ്ടായതായിട്ട് നാം കാണും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് അദൃശ്യനായിരുന്നെങ്കിലും 2 നിലയിൽ അത് അവർക്ക് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞു. കേൾവിയിൽ കൂടിയും കാഴ്ചയിൽ കൂടിയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ആഗമനം അവർക്ക് അറിയുവാനായിട്ട് ഇടയായി. അങ്ങനെ നമ്മൾ വായിക്കുന്നത് 2:4 വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണ്? എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് നമ്മൾ കാണും. വളരെ വാദപ്രതിവാദങ്ങളുള്ള, വ്യത്യസ്ത ഉപദേശങ്ങളുള്ള ഒരു വിഷയമാണ്. എന്നാൽ ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ വിഷയങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് ആത്മസ്ഥാനം വ്യക്തിപരമായി പ്രാപിക്കേണ്ടതാണെന്നും അത് അന്യഭാഷ എന്ന അടയാളത്തോടു കൂടി തന്നെ വ്യക്തിപരമായി പ്രാപിക്കേണ്ടതാണെന്ന് പഠിപ്പിക്കുന്ന, വചനവിരുദ്ധമായി പഠിപ്പിക്കുന്ന സഭകളുണ്ട്. എന്നാൽ ആത്മസ്നാനത്തിന് വേണ്ടി കാത്തിരിക്കണമെന്നോ, അതിനുവേണ്ടി ഈ പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞതിന് ശേഷം ആ നിലയിൽ അതിനുവേണ്ടി കാത്തിരിക്കണമെന്നോ അത് പഠിപ്പിക്കുകയോ ഒരു കൽപ്പനയോ പ്രവാചകന്മാരുടെ കൽപ്പനയോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കൽപ്പനയോ ഒന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ കാത്തിരുന്ന ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ആ കാത്തിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിനും പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുന്നതിനും മധ്യേയുള്ള ഒരു കാലഘട്ടമാണ്. ഏറിയ നാളിന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ആ 10 ദിവസം മാത്രമാണ്. അപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ചരിത്രത്തിൽ വീണ്ടും ഒരിക്കലും ആവർത്തിക്കുന്ന ഒരു കാലഘട്ടമല്ല. അതായത് പരിശുദ്ധാത്മാവിന് വേണ്ടി ആരും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പെന്തക്കോസ്ത് ദിവസം, പെന്തക്കോസ്ത് നാളിൽ കർത്താവ് അത് വാഗ്ദത്തം ചെയ്തതുപോലെ തന്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് നമുക്ക് നൽകുകയുണ്ടായി. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ബാപ്റ്റിസ്റ്റ് ജോൺ ആണ് ഈ വിഷയത്തെ ആദ്യമായിട്ട് സൂചിപ്പിക്കുന്നത്. നമുക്കതൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അതെ, അപ്പോൾ സ്നാപക യോഹന്നാൻ പറഞ്ഞ കാര്യം, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ അവൻ എന്നേക്കാൾ വലിയവനാണ്, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല,
അവൻ നിങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങളെ വെള്ളം കൊണ്ടും നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും നിങ്ങളെ സ്നാനം കഴിപ്പിക്കുമെന്ന് പറയുന്നതായിട്ട് നാം കാണും. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിച്ച 1:5 കർത്താവായ യേശു ക്രിസ്തുവും ഇത് തന്നെ നമ്മൾ പറയുന്നുണ്ട്. കർത്താവ് പറഞ്ഞു അല്ലേ, അവിടെ പറയുന്നത് ഇനി നിങ്ങൾ ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും, പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തു 1-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നതായിട്ട് നമുക്ക് കാണുന്നു. അപ്പോൾ ഇവിടെ 3 നിലയിലുള്ള സ്നാനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ 2 വാക്യങ്ങളിൽ നിന്ന്. ഒന്ന് യോഹന്നാന്റെ അവിടെ നിന്നുള്ളതും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്യങ്ങളെ അടിസ്ഥാനമാക്കി 3 നിലയിലുള്ള സ്നാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്ന്, വെള്ളം കൊണ്ട് ഉള്ള സ്നാനം, അതായത് മാനസാന്തര സ്നാനം, യോഹന്നാൻ അതായത് സ്നാപക യോഹന്നാന്റെ മാനസാന്തര സ്നാനം. 2, പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം, അതായത് പെന്തക്കോസ്ത് നാളിൽ മാത്രം സംഭവിച്ച പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം. 3-ാമത്തെ അഗ്നി സ്നാനം. അപ്പൊ 3 നിലയിലുള്ള സ്നാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, അഗ്നി സ്നാനം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് അഗ്നി എന്ന് പറയുന്നത് ന്യായവിധി. കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന, ഭൂമിയിലേക്ക് വന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ, പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാതെ, യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാതെ, അവന് കർത്താവായ യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന രക്ഷയെ അംഗീകരിക്കാത്തവർക്കുള്ളതാണ് തീ കൊണ്ടുള്ള സ്നാനം. അത് നമ്മൾ റെവലേഷനൊക്കെ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവകോപത്തിന്റെ തീ ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നു, നമ്മളവിടെ വായിക്കുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പെന്തക്കോസ്ത് ദിവസം അവിടെ വന്നത് തീയല്ല, തീ പോലെയുള്ളത് ആയിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കാറ്റായിരുന്നില്ല, കാറ്റ് പോലെ. അതിന്റെ 2 സാദൃശ്യത്തിലാണ് ഒരു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെന്തക്കോസ്ത് ദിവസത്തിൽ തീയല്ല, തീ പോലെയുള്ളതും നാവുകളും, കാറ്റായിരുന്നു, കൊടിയ കാറ്റല്ല, കാറ്റടിക്കുന്നത് പോലെയുമാണ് അവർ അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ വരവിന്റെ പൂർണ്ണതയുമാണ് അവിടെ കാണിക്കുന്നത്. സ്വർഗത്തിൽ നിന്നുമുള്ള ദൈവത്തിന്റെ ദാനം, അല്ലെങ്കിൽ ഈ അടയാളം ആദിമ ശിഷ്യന്മാർക്ക് അവരുടെ വിശ്വാസം ഉറപ്പിക്കുവാനും, തങ്ങളുടെ കർത്താവ്, മരിച്ചുയർത്ത കർത്താവ് സ്വർഗത്തിൽ ജീവിക്കുന്നുവെന്നും അവൻ സകലത്തിനും അധികാരിയാണെന്നും അവരുടെ വിശ്വാസം ബലപ്പെടുവാനുമൊക്കെ ഈ കാര്യം കാരണമായി തീർന്നു. അപ്പോൾ അവര് പറഞ്ഞ കാര്യം എന്താണ്? അവർ എല്ലാവരും, നമ്മൾ അങ്ങനെയാണല്ലോ വായിച്ചത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവർ പഠിച്ചിട്ടില്ലാത്ത ഭാഷകളിൽ, അന്യഭാഷകളിൽ സംസാരിക്കുവാൻ അത് അവർക്ക് പ്രാപ്തി നൽകി. നമ്മൾ 2:4 വായിച്ചു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. സഭാ വിഭാഗങ്ങളിൽ തന്നെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ വളരെ വാദപ്രതിവാദമുള്ള ഒരു വിഷയമാണെന്ന് ഞാനിത് പറയുകയുണ്ടായി. എന്നാൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദിമ നൂറ്റാണ്ടിൽ ശിഷ്യന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ സംസാരിച്ച, പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർ സംസാരിച്ച അന്യഭാഷ, അതും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ സംസാരിക്കുന്ന അന്യഭാഷയും തമ്മിൽ വളരെ വളരെ വ്യത്യാസമാണ്. അന്യഭാഷ എന്നത് ആർക്കും മനസ്സിലാകാത്ത ഭാഷയല്ല. നമുക്കറിയാം, ഭാഷ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള ഒരു കാര്യമാണ്. അത് മറ്റുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകണം. എന്തെങ്കിലും ജൽപ്പനം ചെയ്യുന്നതോ, എന്തെങ്കിലും അപസ്പഷ്ടമായിട്ട് സ്പഷ്ടമല്ലാതെ എന്തെങ്കിലും ചില വാക്കുകൾ ഉച്ചരിക്കുന്നതോ അല്ല ഭാഷ. അക്കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് അന്ന് അപ്പോസ്തലന്മാരും മറ്റ് ശിഷ്യന്മാരും അവിടെ സംസാരിച്ചത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ, അത് തിരിച്ചറിയേണ്ട, അതിന്റെ വ്യത്യസ്തമായിട്ട് നാം തിരിച്ചറിയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്താണ്? 2, പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്താണ്? ഈ 2 കാര്യങ്ങളിലുള്ള, അതിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനവും പരിശുദ്ധാത്മാവിന്റെ നിറവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു അല്ലേ, ഇനി നിങ്ങൾ ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾക്ക് സ്നാനം ലഭിക്കും. പ്രിയമുള്ളവരെ, അത് പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്നത് പെന്തക്കോസ്ത് നാളിൽ ഒരിക്കലായി, വീണ്ടും ചരിത്രത്തിൽ ആവർത്തിക്കാതെ ഒരിക്കലായി സംഭവിച്ച കാര്യമാണ് പരിശുദ്ധാത്മാ സ്നാനം എന്നുള്ളത്. അതിനി ഒരിക്കലും ആവർത്തിക്കപ്പെടുകയില്ല. അത് ആവർത്തിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു വീണ്ടും ബെത്ലഹേമിൽ ജനിക്കണം, കർത്താവായ യേശുക്രിസ്തു വീണ്ടും ക്രൂശിൽ മരിക്കണം,
കർത്താവായ യേശു ക്രിസ്തു വീണ്ടും സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയണം, നിങ്ങൾ കാത്തിരിക്കണം, ഞാൻ വീണ്ടും പോയിട്ട് നിങ്ങൾക്ക് വീണ്ടും അയക്കാമെന്ന് പറയണം. അതൊരിക്കലും ചരിത്രത്തിൽ ആവർത്തിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്ന് പറയുന്നത് ഒരിക്കലായിട്ട് കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തതുപോലെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം പെന്തക്കോസ്ത് നാളിൽ സഭയുടെ സ്ഥാപനത്തിന് വേണ്ടി പെന്തക്കോസ്ത് നാളിൽ നൽകിയ എല്ലാ വിശ്വാസികൾക്കും വേണ്ടി ഒരിക്കലായി നൽകിയ കാര്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അന്ന് സംഭവിച്ച ആ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തോട് നാം ഏകീഭവിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നമ്മൾ സ്നാനപ്പെടുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം പുനരുത്ഥാനത്തിൽ നാം വിശ്വസിക്കുന്നത് പോലെ തന്നെ, ഏകീഭവിക്കുന്നത് പോലെ തന്നെ, 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ച പരിശുദ്ധാത്മാവ് സ്നാനത്തോട് ഒരു വിശ്വാസി, ഇന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു വിശ്വാസി അതിനോട് ഏകീഭവിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്ന് നടക്കുന്നില്ല. അത് ഒരിക്കലായിട്ട് ചരിത്രത്തിൽ പെന്തക്കോസ്ത് നാളിൽ മാത്രം സംഭവിച്ച കാര്യവും അത് ഒരിക്കലും വീണ്ടും ആവർത്തിക്കാത്ത കാര്യവുമാണ്. നമുക്ക് ഒരു ഉദാഹരണം നമുക്ക് വായിക്കാം. നമുക്ക് 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാമോ? First Corinthians chapter 12 verse 13. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിൽ പാനം ചെയ്തിരിക്കുന്നു. അതെ, അപ്പോസ്തലനായ പൗലോസ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ എല്ലാം നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. അതായത് പെന്തക്കോസ്ത് നാളിൽ രൂപീകൃതമായ സഭയോട് ചേരുമ്പോൾ വിശ്വാസികളായ എല്ലാവരും ആ പരിശുദ്ധാത്മാവ് അന്ന് സംഭവിച്ച പരിശുദ്ധാത്മാവ് സ്നാനത്തോട് നാം ഏകീഭവിക്കുകയാണ് ചെയ്യുന്നത്. ഒരേ ആത്മാവിനാൽ സ്നാനപ്പെട്ടും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആരും പ്രത്യേകിച്ച് ഇനി കാത്തിരിക്കുകയോ അതിനുവേണ്ടി മാത്രം നാം പ്രതീക്ഷിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഒരിക്കലായി സംഭവിച്ച കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നുള്ള വിഷയം നമുക്കറിയാം. അന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ സംഭവിച്ച കാര്യമുണ്ട്. അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് അന്യഭാഷകളിൽ സംസാരിച്ചു എന്നാണ് നാം വായിച്ചത്. അപ്പൊ പരിശുദ്ധാത്മാവ് അവരിൽ ആവസിച്ചപ്പോൾ പരിശുദ്ധാത്മാവാൽ അവർ നിറയപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ആത്മസ്നാനം അന്ന് ഒരിക്കലായി നടന്നു കഴിഞ്ഞു. ഇനി അത് ആവർത്തിക്കുന്നില്ല. എന്നാൽ വിശ്വാസികൾ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടതുണ്ട്. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ അനേക സന്ദർഭങ്ങളിൽ പിന്നീട് ഒരിക്കലും അവർ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ടതായിട്ട് നാം ഒരിടത്തും ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ല. പിന്നീടുള്ള എല്ലാ ഭാഗങ്ങളിലും വിശ്വാസികൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായിട്ടാണ് നമ്മൾ ധാരാളം സന്ദർഭങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ നമുക്ക് ഒന്ന് എടുക്കേണ്ടതുണ്ട്. അപ്പോസ്തല പ്രവർത്തികളിൽ തന്നെ ധാരാളം കാണുന്നുണ്ട്. നമുക്ക് അപ്പോസ്തല പ്രവർത്തികൾ 4-ന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. അതെ, മതി. 31 കൂടെ ഒന്ന് വായിച്ചോളൂ. അതിന്റെ തന്നെ 4-ന്റെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആദ്യം വായിച്ച പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പിന്നെ നാം വായിച്ചത് എല്ലാവരും ശിഷ്യന്മാർ അവിടെ ഇരുന്ന സ്ഥലങ്ങളെല്ലാം കുലുങ്ങി. ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്തെഫാനോസിന്റെ നമുക്ക് രക്തസാക്ഷിത്വം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തീർന്നു. അവിടെ കാണുന്നത് നിറഞ്ഞവനായി തീരുക, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തീർന്നു എന്നാണ് കാണുന്നത്. ബർന്നബാസിനെ കുറിച്ച് 11-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ ബർന്നബാസ് ആത്മാവിൽ നിറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നു. മാത്രമല്ല പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ 13-ാം അധ്യായം 52-ാം വാക്യം, ആക്ട്സ് 13:52. നോക്കുക, ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരുമായി തീർന്നു.
അപ്പോൾ വേറെ ഒരിടത്തും നമുക്ക് പിന്നെ പരിശുദ്ധാത്മാവ് സ്നാനത്താൽ നിറഞ്ഞെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ടാണ് തീർന്നത്. എഫെസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ആത്മാവിൽ നിറയുക എന്ന കൽപ്പനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, നമ്മൾ ആത്മാവ് നിറഞ്ഞവരാണ്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും എന്നുള്ള വിഷയങ്ങൾ നമ്മൾ കാണുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമ്മോടുള്ള കൽപ്പന പരിശുദ്ധാത്മാവിൽ നിറയുക എന്നുള്ള കൽപ്പന, അല്ലാതെ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ ചെയ്യാനല്ല. അപ്പൊ ആത്മാവിൽ നിറയപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ ആത്മാവിൽ സ്നാനപ്പെടുക എന്നുള്ളതല്ല, പരിശുദ്ധാത്മാവിൽ നിറയുക എന്നാണ് ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തിക്കും ആവശ്യമായിട്ടുള്ളത്. നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ സ്ഥിരമായിട്ട് വന്നിരുന്നില്ല. ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ടാണ് പരിശുദ്ധാത്മാവ് പഴയ നിയമ കാലഘട്ടങ്ങളിൽ വന്നിരുന്നത്. ആ സ്പെസിഫിക് ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് നാം കാണുന്നു. അപ്പോൾ പ്രവാചകന്മാരുടെ മുന്നിലായാലും അല്ലെങ്കിൽ അവരുടെ മേലായാലും രാജാക്കന്മാരുടെ മേലായാലും ന്യായാധിപന്മാരുടെ മേലായാലും പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി, ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി കടന്നു വരികയും അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ആ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ വിട്ട് മാറിപ്പോകുന്നതായിട്ട് നാം കാണുന്നു. അതിന് ഉദാഹരണം തന്നെ നമുക്ക് 51-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു. ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് നൽകണമേ. 51-10-11 ദൈവമേ സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് നൽകണമേ. 11-ാം വാക്യത്തിൽ എന്നിട്ട് ദാവീദ് പറയുക, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്ത് കളയരുത്. എന്നാൽ പെന്തക്കോസ് നാളിൽ കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനെ നൽകിയപ്പോൾ അത് എന്നേക്കും നമ്മോടുകൂടെ ഇരിക്കുവാൻ, വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ആ ഹൃദയത്തിൽ അധിവസിക്കുവാൻ, എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കുവാനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ തന്നത്. ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുവാനോ അല്ലെങ്കിൽ വീണ്ടും വരുന്നതിനു വേണ്ടിയല്ല, എന്നേക്കും നമ്മോട് കൂടെ ഇരുന്ന് സത്യത്തിലും നീതിയിലും നമ്മളെ വഴി നടത്തുന്നതിന് വേണ്ടി നല്ല കാര്യസ്ഥനായിട്ടാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ജോൺ ചാപ്റ്റർ ഗോസ്പൽ 14 വേഴ്സസ് 16 and 17. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കുന്നു, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനിലേക്ക് കാണുകയോ അല്ലെങ്കിൽ ചെയ്യുകയാൽ അതിന് ജയിപ്പാൻ കഴിയുകയും. മതി നോക്കൂ, അവിടെ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിന് അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോ പെന്തക്കോസ്ത് ദിവസം നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് അത് എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കുവാൻ, എന്നേക്കും നമ്മെ വഴി നടത്തുവാനായിട്ടാണ്, കൃപായുഗത്തിന്റെ അവസാനം വരെ നമ്മോട് കൂടെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് നൽകിയത്. അല്ലെ? പെന്തക്കോസ്ത് നാൾ പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ സ്ഥിരമായി അധിവസിച്ചു വന്നു. നാം രക്ഷിക്കപ്പെടുന്ന നിമിഷം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളില് സ്ഥാനം പിടിക്കുക. എന്നാൽ ആ ആത്മാവിൽ നമ്മൾ നിറയണമെങ്കിൽ അനുദിന ജീവിതത്തിൽ കർത്താവിനെ അനുസരിച്ച് ഈ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി വിധേയപ്പെട്ട് പാപത്തെ വെറുത്തുകൊണ്ട്, നല്ലതിനോട് പറ്റിക്കൊണ്ട്, തീയതിനെ വെറുത്തുകൊണ്ട് പൂർണ്ണമായി പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നമുക്ക് ആത്മാവിൽ നിറയുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അല്ലെ? എന്താ പറയുന്നത്? അത് എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞ ആത്മാവ് നിറഞ്ഞവരാകണം. ആ കൽപ്പനയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്നത് പെന്തക്കോസ്ത് നാളിൽ ഒരിക്കലായി സംഭവിച്ചതും, പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നത് വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം മൊത്ത് അനുദിന ജീവിതത്തിൽ ദിനം പ്രതി പ്രാക്ടീസ് ചെയ്യേണ്ടതുമായ കാര്യമാണ് നിറവ് എന്നുള്ളത്. അപ്പൊ ഇന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആത്മസ്നാനമല്ല നടക്കുന്നത്, ആത്മാവിന്റെ നിറവാണ് നടക്കുന്നത്. രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം തന്നെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട്
അതായത് ശക്തിയുള്ള ഒരു വ്യക്തിയായിട്ട്. നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുന്ന സർവശക്തൻ സർവജ്ഞാനി എന്നാൽ സെയിം ഒമ്നി പൊട്ടന്റ് ആൻഡ് ഒമ്നി പ്രസന്റ് എന്ന് തന്നെയാണ് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. സർവശക്തനും സർവാധികാരിയും സർവജ്ഞാനിയുമായ ദൈവമായിട്ട് ത്രിത്വത്തിലെ മൂന്നാമനായിട്ട് വ്യക്തിത്വമായിട്ട് തന്നെ പരിശുദ്ധാത്മാവൻ ഒരു വ്യക്തിയിൽ അധിവസിച്ച് അവനെ വഴി നടത്തുന്നു. അതാണ് ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോഴാണ് നാം പരിശുദ്ധാത്മാവില് നിറയപ്പെടുക എന്നുള്ളത്. അപ്പൊ നിറയപ്പെടുക എന്നുള്ളത് ഒരു ദിവസം നിറയുകയും പിറ്റേ ദിവസം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ജീവിതമല്ല. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പൂർണ്ണമായി വിധേയപ്പെട്ട് അനുദിന ജീവിതത്തിൽ പാപത്തെ വെറുത്തുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ വചന പഠനത്തിന് വചന ധ്യാനത്തിന് ദൈവിക വഴികൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുവരെ ശിഷ്യന്മാർക്ക് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യാതൊരു വലിയ ഒരു കാര്യവും ഒന്നുമില്ലാമായിരുന്നു. പഴയ നിയമത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ അവർക്കറിയാം. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ചോ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചോ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുത്തുന്ന രൂപാന്തരത്തെക്കുറിച്ചോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ പഴയ നിയമത്തിൽ ചില കാര്യങ്ങൾ ഉദ്ധരിച്ച് പഴയ നിയമത്തിൽ വന്നിരുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് മനസ്സിലായിരുന്നത്. എന്നാൽ പുതിയ നിയമസഭയിൽ ദൈവത്തിന്റെ പദ്ധതിയായ ദൈവത്തിന്റെ അതായത് മറഞ്ഞു കിടന്നിരുന്ന മർമ്മമായ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. പഴയ നിയമ ഭക്തന്മാർ എബ്രായ ലേഖനത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. അവർ ആരാഞ്ഞ് അന്വേഷിച്ചു നോക്കി, അവർ എത്തി നോക്കി എന്താണ് സംഭവിക്കുന്നത്. സഭ എന്ന് മറിഞ്ഞു കിടന്നിരുന്ന ക്രിസ്തുവിൽ മറിഞ്ഞു കിടന്നിരുന്ന മർമ്മം പഴയ നിയമ ഭക്തന്മാർക്കോ പഴയ നിയമ ദൂതന്മാർക്കോ ഒന്നും വെളിപ്പെട്ട് കിട്ടിയിരുന്നില്ല. അവർ ആരാഞ്ഞ് അന്വേഷിച്ചു നോക്കിയെന്നാണ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. എന്നാൽ അത് വെളിപ്പെടുത്തി കിട്ടിയത് പെന്തക്കോസ്ത് നാളിൽ ആ മറിഞ്ഞു കിടന്നിരുന്ന നമുക്കാണ്. ആ മർമ്മം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ തക്കോണം ദൈവത്തിന് പ്രസാദമായി പെന്തക്കോസ്ത് നാളിൽ. അപ്പം യേശുക്രിസ്തു അത് ദൈവത്തിന്റെ പുത്രനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പോൾ അത് നമുക്ക് അനുഭവിക്കുവാൻ, അറിയുവാൻ, കാണുവാൻ നമുക്കിടയായി. എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അതൊരു വ്യക്തിയായിട്ട് ചിന്തിക്കുകയും അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മിൽ വസിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ആ വരവ് ദൃശ്യമായിട്ടും കേൾവിയാലും കാഴ്ചയായാലും നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായി. പെന്തക്കോസ്ത് നാളിൽ അനുഭവിക്കുവാനായിട്ട് ഇടയായി. അപ്പൊ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സർവാധികാരിയായ ദൈവമായിട്ട് തന്നെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുവാനായിട്ട് ഇടയായി. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ നമുക്കുള്ള ഒരു ദാനമാണ് നമുക്ക് ലഭിച്ചത്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി വിധേയപ്പെട്ട് ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഇടയാകും. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാരം ഇതാണ്. ആത്മസ്നാനം എന്നുള്ളത്, പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്നുള്ളത് അത് പെന്തക്കോസ്ത് നാളിൽ മാത്രം സംഭവിച്ചതും ചരിത്രത്തിൽ പിന്നെ ആവർത്തിക്കപ്പെടാത്തതുമായ കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നുള്ളത് രക്ഷിക്കപ്പെടുന്ന നിമിഷം, ആ നിമിഷം തൊട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മളെ സത്യത്തിലും നീതിയിലും വഴി നടത്തുന്ന, എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കുന്ന, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച പോലെ എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കുന്ന കാര്യസ്ഥനായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ആത്മാവില്, പരിശുദ്ധാത്മാവിൽ നാം നിറയുകയാണ് നാം ചെയ്യേണ്ടത്. നമ്മൾ അതിന്റെ 5 മുതൽ 7 വരെ ഉള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷാരം എന്ന് നമ്മൾ കാണും. അപ്പോൾ പെന്തക്കോസ്ത് പെരുന്നാളിന് സംബന്ധിക്കുവാനായിട്ട് അന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജനം അവിടെ എത്തി. നമുക്കറിയാം, ഒരു വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും യഹൂദന്മാരോ അല്ലെങ്കിൽ യഹൂദ മതാനുസാരികളോ അവർ യെരൂശലേമിൽ വന്നുകൂടണമായിരുന്നു. അത് 1 പെസഹ പെരുന്നാളിനാണ്, 2 പെന്തക്കോസ്ത് പെരുന്നാളിനാണ്, 3-ാമത്തെ കൂടാര പെരുന്നാളിനാണ്. അങ്ങനെ കടന്നു വന്ന പെന്തക്കോസ്ത് പെരുന്നാൾ കൂടുവാനായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന അവർ ഏത് ദേശത്ത് നിന്ന് കടന്നു വന്നോ ആ ദേശത്തിന്റെ മാതൃഭാഷയിൽ തന്നെ ഈ ഗലീലക്കാരായ ശിഷ്യന്മാർ സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലായി. അപ്പൊ ശിഷ്യന്മാർ ആദിമസഭയിലെ സംസാരിച്ച അന്യഭാഷ എന്ന് പറയുന്നത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന, വ്യത്യസ്തരായ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നവർക്ക് അവർക്ക് അവരുടേതായ മാതൃഭാഷയിൽ
അവർക്ക് മനസ്സിലായി. ഏകദേശം 15 രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ലിസ്റ്റാണ് താഴോട്ട് പറയുന്നത്. 3 കോണ്ടിനെന്റ്സിൽ നിന്നായി 15-ലധികം രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന ദേശക്കാർ അവർക്ക് അവരുടേതായ ഭാഷകളിൽ അവർക്ക് മനസ്സിലായി. അപ്പൊ അന്ന് അപ്പസ്തലന്മാർ സംസാരിച്ചത്, അല്ലെങ്കിൽ അന്ന് ശിഷ്യന്മാർ സംസാരിച്ചത് ആർക്കും മനസ്സിലാകാത്ത ഭാഷയല്ല, ലോകത്തിൽ ഇല്ലാത്ത ഭാഷയൊന്നുമല്ല. പറഞ്ഞത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയായിരുന്നു. അല്ലെ ഇന്ന് പല സഭകളിലും കേൾക്കുന്ന പല വ്യക്തികളും പറയുന്ന ചില ജൽപ്പനങ്ങളോ സ്പഷ്ടമാകാത്ത ചില വാക്കുകളോ ഒന്നും ആയിരുന്നില്ല. വളരെ വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന നിലയിൽ, അവരുടേതായ മാതൃഭാഷയിൽ മനസ്സിലാകുന്ന നിലയിലുള്ള അന്യഭാഷണമാണ് അന്ന് നടന്നത്. എന്നാൽ ഇന്ന് നാം കാണുന്ന അന്യഭാഷാ ഭാഷണം എന്നുള്ളത് അത് 19-ാം നൂറ്റാണ്ടിലാണ് തുടങ്ങിയത് എന്ന് നമുക്ക് കാണുവാനാണ്. ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിലാണ് അത് വചനവിരുദ്ധമായ ഈ ഭാഷണം തുടങ്ങിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് കാണും. എന്നാൽ ആദിമ കാലഘട്ടത്തിൽ, അപ്പസ്തോലിക കാലഘട്ടത്തിൽ അന്യഭാഷയും ഇന്നത്തുള്ള അന്യഭാഷയും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അപ്പസ്തോലിക കാലഘട്ടത്തിൽ നൽകിയ അന്യഭാഷ എന്നുള്ളത് അത് ഒന്നാമതായിട്ട് മറ്റു ഭാഷക്കാർക്ക് അത് അവരുടേതായ സ്വന്തം ഭാഷയിൽ മനസ്സിലായി. രണ്ടാമതായിട്ട് അന്യഭാഷ എന്ന് നൽകിയതിൻ്റെ മറ്റൊരു ഉദ്ദേശം പെന്തക്കോസ്ത് നാളിൽ, അതായത് പരിശുദ്ധാത്മാവിന്റെ ആഗമനം അത് എല്ലാവരെയും ഒന്ന് അറിയിക്കുവാൻ വേണ്ടി. നമുക്കറിയാം, ദൈവം ന്യായപ്രമാണം നൽകിയത് ഒരു ജാതിക്കാണ്, ദൈവം ന്യായപ്രമാണം നൽകിയത് ഒരു ഭാഷയിലാണ്. എന്നാൽ ദൈവമുണ്ടല്ലോ ഇവിടെ പരിശുദ്ധാത്മാവിനെ നൽകിയപ്പോൾ, അല്ലെങ്കിൽ സുവിശേഷം നൽകിയപ്പോൾ, അത് എല്ലാ ജാതിക്കാർക്കും അവരുടേതായ ഭാഷയിൽ കേൾക്കുവാനായിട്ട് അവിടെ വന്നുകൂടി എല്ലാവർക്കും 15 രാജ്യങ്ങളിലുള്ളവർക്ക് അവരുടേതായ ഭാഷയിൽ സുവിശേഷം കേൾക്കുവാനായിട്ട് ദൈവം അവസരം നൽകുകയുണ്ടായി. മാത്രമല്ല, നമ്മൾ അന്യഭാഷ സംസാരിച്ചിട്ടുള്ള മറ്റു സന്ദർഭങ്ങൾ നമ്മൾ വചനത്തിൽ നിന്ന് നാം പഠിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഉദ്ദേശം ഒന്ന് പരിശുദ്ധാത്മാവിന്റെ ആഗമനം അറിയിക്കുവാൻ, അതിൻ്റെ ഉദ്ദേശം മറ്റുള്ളവർക്ക് വ്യക്തമാകുന്ന നിലയിലായിരിക്കണം, വ്യക്തമാകുന്ന ഭാഷയിലായിരിക്കണം. അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിന്റെ ആഗമനം അറിയുവാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക്, അതായത് നമുക്ക് 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവൃത്തി 10-44 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അപ്പസ്തോല പ്രവൃത്തി 10-44 മുതൽ 48 വരെയുള്ള ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ വീട്ടിൽ വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മോട്ടിവേറ്റുന്നതും കേൾക്കുകയാണ്. പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേൽ പകർന്നത് കണ്ട് നിൽക്കുകയും നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിച്ചു കൂടാതെ വേണ്ട വെള്ളം നിരക്കുവാൻ ആർക്ക് കഴിയുന്നു. അതായത് നോക്കുക, നമ്മൾ അവിടെ കാണുന്നത് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത്. അതായത് അന്യഭാഷ ദൈവം ആദിമ നൂറ്റാണ്ടിൽ കൊടുത്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അതായത് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനം എല്ലാവരും അറിയണം. രണ്ടാമത്തെ കാര്യം, ഇത് ജാതികൾക്കുള്ള ഒരു അടയാളമായിട്ടാണ് ദൈവം നൽകിയത്. നമുക്കറിയാം, കൊർന്നേലിയോസ് ആണ് ജാതികളിൽ നിന്ന് ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ടു വന്ന വ്യക്തി. ആ കുടുംബം വിശ്വസിച്ചപ്പോൾ, അവിടെയുള്ളവർ അത് വിശ്വസിച്ചപ്പോൾ, അപ്പോൾ ജാതികൾക്കൊരു അടയാളമായിട്ടാണ് ദൈവം ഇത് നൽകിയത്. നമ്മൾ മൂന്നാമതൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 19-5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ. അവിടെ നമ്മൾ എഫെസോസിൽ വെച്ച് അപ്പോസ്തലനായ പൗലോസ് ജോൺ ബാപ്റ്റിസ്റ്റിന്റെ ശിഷ്യന്മാരെ കാണുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചോ എന്ന്, അല്ലെങ്കിൽ സ്നാനപ്പെട്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് കേട്ടിട്ട് പോലുമില്ലാത്ത യോഹന്നാന്റെ ശിഷ്യന്മാരെ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിന് ലഭിക്കുകയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് നാം കാണും. അതായത് അപ്പോൾ കൊർന്നേലിയോസിന്റെ അവിടെ സംഭവിച്ചത്, അതായത് ജാതികളായവരെ അവർക്കൊരു അടയാളമായിട്ട് അവർ അന്യഭാഷ സംസാരിച്ചു. ഇവിടെ ഇതാ യോഹന്നാന്റെ ശിഷ്യന്മാരെയും കർത്താവ് സ്വീകരിക്കുന്നു, കർത്താവ് അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട്
അവരവിടെയും അന്യഭാഷ സംസാരിച്ചു എന്ന് നാം കാണും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ 8-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ സമ്മരിയിലുള്ളവർ വചനം സ്വീകരിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ അവർ അന്യഭാഷ സംസാരിച്ചതായിട്ടേ കാണുന്നില്ല. അപ്പൊ ഈ സംസാരിച്ച സ്ഥലങ്ങളിലൊക്കെ ജാതികൾക്കുള്ള അടയാളമായിട്ടും അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ആഗമനം അറിയിക്കുവാനുമായിട്ടും അടയാളമായിട്ടുമാണ് അന്യഭാഷ ആദിമ നൂറ്റാണ്ടിൽ ദൈവം ഉപയോഗിച്ചത്. 1 കൊരിന്ത്യർ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തുള്ള വരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ പല വരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ട് നാം കാണുന്നു. അത്ഭുത രോഗശാന്തിക്കുള്ള വരം, വീര്യപ്രവർത്തികൾക്കുള്ള വരം, ഭാഷയ്ക്കുള്ള വരം, ഭാഷാ വ്യാഖ്യാനത്തിനുള്ള വരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നതായിട്ട് നാം കാണുന്നു. എന്നാൽ കൃപാവരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന മറ്റു വേദഭാഗങ്ങളിലെല്ലാം ഒരിടത്തും ഈ അന്യഭാഷ എന്ന വിഷയം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. കൃപാവരങ്ങളെ കുറിച്ച് പഠിക്കുന്ന നമ്മൾ പഠിച്ച റോമാലേഖനം നമ്മൾ പഠിച്ചിട്ടുണ്ട് 12-ാം അധ്യായം. അവിടെ ഈ ഭാഷാപരത്തെക്കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല, അന്യഭാഷയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല എഫേസ്യ ലേഖനം 4-ാം അധ്യായം കൃപാവരങ്ങളെ കുറിച്ച് പറയുന്ന അവിടെയും ഈ ഭാഷാപരത്തെക്കുറിച്ച് അതിന്റെ യാതൊരു സൂചനയുമില്ല. അപ്പോൾ മാത്രവുമല്ല അപ്പസ്തോലിക കാലഘട്ടത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് അന്യഭാഷ സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 1 കൊരിന്ത്യർ ചാപ്റ്റർ 14 വേഴ്സസ് 9 and 10. അതുപോലെ നിങ്ങളും നാവുകൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാൻ ഞാൻ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവരാകുമല്ലോ. നോക്കുക, നിങ്ങൾ തെളിവില്ലാത്ത ഭാഷ സംസാരിച്ചാൽ ആർക്കും മനസ്സിലാകുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത്. ഭാഷയുടെ ഉദ്ദേശം തന്നെ എന്താണ്? കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യം ആർക്കും മനസ്സിലാകാതെ വന്നാൽ അപ്പൊ ഭാഷ മനസ്സിലായിട്ടെങ്കിൽ കൂട്ടായ്മ ഉണ്ടാകത്തില്ല. അതിപ്പം ഏത് വിഷയത്തിലാണെങ്കിലും, അന്യഭാഷ സംസാരിക്കുന്ന വിഷയത്തിലാണെങ്കിലും. അപ്പൊ പൗലോസ് പറയുകയാണ്, നിങ്ങൾ തെളിവുള്ള ഭാഷ സംസാരിക്കാതിരുന്നാൽ നിങ്ങൾ ബർബരൻ എന്നാണ് വിചാരിക്കത്തുള്ളൂ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൊരിന്ത്യർ തന്നെ 14-ന്റെ 22-ാം വാക്യം ഒന്ന് വായിക്കാമോ? 14-ന്റെ 22. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കും വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്ക്. മതി, നോക്ക്. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, അതുകൊണ്ട് അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കത്തെ. നമ്മൾ മുമ്പേ ചിന്തിച്ച കാര്യമാണ്. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ അവിശ്വാസികൾക്ക് അത് അടയാളമായിട്ട് ദൈവം, അവർ വിശ്വസിച്ച് വരുവാൻ വേണ്ടി അത് അടയാളമായിട്ട് ദൈവം നൽകി. ജോൺ ബാപ്റ്റിസ്റ്റിന്റെ ശിഷ്യന്മാർ അവരെയും ദൈവം അംഗീകരിക്കുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി അവിടെയും ദൈവം അന്യഭാഷ നൽകി. അതുകൊണ്ട് ഇത് അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കാണ്. 1 കൊരിന്ത്യർ തന്നെ 14-ന്റെ 26-ഉം 28-ഉം കൂടെ നമുക്കൊന്ന് വായിക്കാം. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർദ്ധനയ്ക്കായി നിൽക്കട്ടെ. അന്യഭാഷയെ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ. അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യും. അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ ഇരിക്കട്ടെ. അതാണ് പ്രധാനം. വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ, മൗനമായിരുന്ന് പ്രാർത്ഥിക്കട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ധാരാളം വരങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അന്യഭാഷ സംസാരിക്കുമ്പോൾ അതിന് വ്യാഖ്യാനി ഇല്ലെങ്കിൽ അവൻ സംസാരിക്കാതെ ദൈവത്തോട് മിണ്ടാതിരുന്ന് ഹൃദയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊള്ളുക എന്നാണ് ചുരുക്കത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്ന കാര്യം. അപ്പോൾ അന്യഭാഷ ആത്മസാന അടയാളത്തോടുകൂടി ആവശ്യമുള്ളതാണെന്ന്, അത് പ്രാപിക്കുവാൻ കാത്തിരിക്കേണ്ടതാണെന്ന് പഠിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് വചനവിരുദ്ധമായ കാര്യമാണ്. അത് ഒരിക്കലും കാത്തിരിക്കുവാൻ ദൈവം അവരോടും ആവശ്യപ്പെട്ടിട്ടില്ല. പരിശുദ്ധാത്മാവിനെ പെന്തക്കോസ്ത് നാളിൽ നൽകിയപ്പോൾ ഒരിക്കലായിട്ട് സംഭവിച്ചതാണ്. പിന്നെ രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തിയോടും കൂടെ രക്ഷിക്കപ്പെടുന്ന നിമിഷം തന്നെ അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് പരിശുദ്ധാത്മാവ് അന്നേക്കും വസിക്കുകയും ആ പരിശുദ്ധാത്മാവിൽ നാം നിറയുകയുമാണ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ടാണ് നാം ഇന്ന് തീരേണ്ടതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല 1 കൊരിന്ത്യർ 13-ാം അധ്യായം 8-ാം വാക്യം 8-ന്റെ
8 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാമോ? 1 Corinthians 13 verses 8 to 11. സ്നേഹം ഒരു നാളുടെ മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായി നീങ്ങുന്നു. അതെ, നോക്കുക, വളരെ വ്യക്തമായിട്ട്, അതായത് ആദിമ നൂറ്റാണ്ടിൽ വചനം ഉറപ്പിക്കുവാൻ നൽകിയ അടയാളങ്ങളും ദൈവം കൊടുത്ത അത്ഭുതങ്ങളും ദൈവം കൊടുത്ത വീര്യപ്രവർത്തികളും ഒക്കെ ഇതൊക്കെ പറയുകയാണ്. ഇതൊക്കെ നിന്നു പോകും. അവസാനം പൗലോസ് പറയുന്നത് എന്താണ്? പ്രവചനപരം അത് നീങ്ങിപ്പോകും, ഭാഷാപരം അത് നിന്നു പോകും, ജ്ഞാനം അത് നിന്നു പോകും, അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അപ്പൊ പൂർണ്ണമായത് എന്ത് എന്നുള്ള ചോദ്യമാണ് അപ്പോൾ അവശേഷിക്കുന്നത്. പൂർണ്ണമായത് ദൈവവചനമാണ്. റെവലേഷൻ എഴുതി കർത്താവായ യേശുക്രിസ്തു ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് 66 പുസ്തകങ്ങളും നമുക്ക് ലഭിച്ചപ്പോൾ പൂർണ്ണമായത് ദൈവവചനം നമുക്ക് ലഭിച്ചു. അപ്പൊ പൂർണ്ണമായത് ലഭിച്ചപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന അംശമായിട്ടുള്ള കാര്യങ്ങൾ, ആദിമ നൂറ്റാണ്ടിൽ വചനത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി നൽകിയിരുന്ന അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികളെല്ലാം അത് നീങ്ങിപ്പോകുമെന്ന് വളരെ വ്യക്തമായത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇനി അന്യഭാഷ കൊണ്ടോ, ഇനി അത്ഭുത രോഗശാന്തി കൊണ്ടോ, അടയാളങ്ങൾ കൊണ്ടൊന്നും വചനം ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. സ്വർഗത്തിലെ ദൈവം നമ്മൾ കേട്ടപോലെ തന്നെ അവനവന് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം അവനവന് വചനം നൽകി. അതുകൊണ്ട് ഇനി അതിനെ ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെ പാലിച്ചാൽ മതി. നമുക്കറിയാം, ബാബേൽ ഗോപുരം, ഉൽപ്പത്തി പുസ്തകത്തിൽ അവര് ബാബേൽ ഗോപുരം ഉണ്ടാക്കി. അല്ലെ, അത് ഭാഷയുടെ പ്രശ്നം, കലക്കം വന്നത് കാരണം അത് പൂർത്തീകരിക്കാതെ അവരത് ഉപേക്ഷിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇതാ പെന്തക്കോസ്ത് നാളിൽ ഈ ഭാഷയുടെ പ്രതിബന്ധം ഒന്നും അപ്പോസ്തലന്മാർക്കോ ശിഷ്യന്മാർക്കോ ഉണ്ടായില്ല. കടന്നു വന്ന 15ലധികം രാജ്യങ്ങളിലുള്ളവരോട് അവരുടേതായ മാതൃഭാഷയിൽ സംസാരിക്കുക, അവരവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുവാൻ തക്കൊണ്ട് ദൈവം അവർക്ക് കൃപ നൽകി. അതാണ് അന്യഭാഷ. അല്ലാതെ നാം ഇന്ന് കാണുന്ന ചില ആർക്കും അറിയാത്ത, ഉച്ചരിക്കാൻ തന്നെ പ്രയാസമുള്ള, തെളിവില്ലാത്ത ഭാഷ അല്ല. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയും. നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ 2:12-13 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു എന്നാണ് വായിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ സംഭവിക്കുന്നതൊക്കെ കേട്ടപ്പോൾ മറ്റുള്ളവർക്കൊന്നും മനസ്സിലായില്ല. അവർ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവരെല്ലാവരും അവിടെ ഓടിക്കൂടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, വചനത്തിന്റെ കേൾവി അത് 3 നിലയിലുള്ള ആൾക്കാരെ ഉളവാക്കും. ചിലര് അത്ഭുതപ്പെടും, ചിലർ അതിശയിക്കും. അത് ഒന്നാമത്തെ കൂട്ടർ. നമുക്കറിയാം, ചില നമ്മൾ സുവിശേഷ പ്രസംഗമൊക്കെ നടക്കുമ്പോൾ ചിലർ വന്നു ഭയങ്കര ഇതായി പോയല്ലോ, കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോകും. മറ്റൊരു കൂട്ടരുണ്ട്, അവർ നമ്മൾ വായിച്ചെന്താണ്? ചിലരെ പരിഹസിച്ചു, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു. അപ്പൊ ചിലർ സുവിശേഷം കേൾക്കുമ്പോൾ അങ്ങനെയാ, ചിലർ സുവിശേഷം കേൾക്കുമ്പോൾ അവർ പരിഹസിക്കും. എന്നാൽ ചിലരെ കുറിച്ച് നാം വായിക്കുന്നു, പെന്തക്കോസ്ത് നാളിലെ ആ അനുഭവം. ചിലർ വിശ്വസിച്ച്, കർത്താവിൽ വിശ്വസിച്ച്, അവർ വചനം സന്തോഷത്തോടെ സ്വീകരിച്ച് അവര് ദൈവമക്കളായി ജീവരക്ഷ പ്രാപിച്ചു. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാമോ മറ്റുള്ളവരെ പോലെയല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലല്ലയോ ഉള്ളത്. അപ്പോൾ വചന കേൾവി അത് ചിലർ പരിഹസിക്കുവാനും ചിലർ അത്ഭുതപ്പെടുവാനും ഇടയാകുമ്പോൾ ചിലർക്ക് അത് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. അപ്പം ആത്മസ്നാനം എന്നുള്ളത് അത് പെന്തക്കോസ്ത്, പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്നുള്ളത് അത് പെന്തക്കോസ്ത് നാളിൽ ഒരിക്കലായി മാത്രം സംഭവിച്ച കാര്യവും പിന്നീട് ചരിത്രത്തിൽ ആരും ആവർത്തിക്കാത്തതുമായ കാര്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന് വേണ്ടി ഇന്ന് ആരെങ്കിലും കാത്തിരിക്കുന്നെങ്കിൽ എന്നേക്കുമായി നമ്മോടുകൂടെ ഇരിക്കുവാൻ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി പിന്നെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് എന്നേക്കും നമ്മോടുകൂടെ നൽകിപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ ഇന്ന് വിശ്വാസികൾ ആത്മനിറവുള്ളവരായാണ് തീരേണ്ടത്. നമുക്ക് നൽകിയിരിക്കുന്ന, നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവിന് സമ്പൂർണ്ണമായി വിധേയപ്പെട്ട്
ദൈവ കർത്താവിന് വിധേയപ്പെട്ട് സന്തോഷപൂർണമായ ഒരു ജീവിതം, പാപത്തെ വെറുത്തുകൊണ്ട് ദൈവവചനത്തെ കീഴ്പ്പെട്ടുകൊണ്ട് സമ്പൂർണമായ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. അതാണ് പരിശുദ്ധാത്മാവാൽ നിറയുന്ന ജീവിതം. അത് അനുദിന ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതായ കാര്യമാണ്. ഭാഗ്യവശാല് വചനം കേട്ട് ജീവരക്ഷ പ്രാപിക്കുന്നവർ കൂട്ടത്തിലാകുവാൻ നമുക്കും ദൈവം അവസരം നൽകി. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. പലരും പരിഹസിച്ച് കടന്നു പോയപ്പോൾ, പലരും കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയപ്പോൾ, ഇത് കേട്ടപ്പോൾ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നിച്ചായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ.